സന്തോഷ്, നമസ്തേ നമസ്തേ. ലോകമെമ്പാടുമുള്ള മലയാളികളും അവരുമായി ബന്ധപ്പെട്ട ആളുകളും ഈ വരാൻ പോകുന്ന നാളെ കഴിഞ്ഞുള്ള ദിവസങ്ങൾ വിഷു ആഘോഷിക്കുന്നവരാണല്ലോ സന്തോഷ്. അതെ 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 അതെ. അത് അങ്ങക്ക് വിഷു ആശംസകൾ അഡ്വാൻസ് ആയിട്ട് നേരുവാണ് കേട്ടോ. വലിയ സന്തോഷം. ഈ വിഷു ആശംസകൾ നേർന്നു. പ്രണവ് വേദയുടെ വിഷു ആശംസകൾ അങ്ങേക്ക് നേരുന്നു. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പോ സ്ഥിരമായി നമ്മളൊക്കെ വിഷു ആഘോഷിക്കുകയും വിഷുക്കുകയും നേട്ടം വിഷുവായിട്ട് ബന്ധപ്പെട്ട ഒരു ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെ. ആദ്യം എനിക്ക് അറിയേണ്ടത് വിഷു എന്ന രണ്ടക്ഷരം അതെന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി സംശയങ്ങളിലേക്ക് വരാം. സന്തോഷം. അപ്പൊ നമുക്ക് ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഈ വിഷു എന്ന് പറയുന്ന ആ ദിവസത്തിന്. അപ്പൊ നമുക്ക് വിഷുവിനെ കുറിച്ച് പറയാം. ഇത് നമ്മുടെ കൊച്ചു കുട്ടികള്, ശാസ്ത്രബോധമുള്ള മക്കള് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഇത് കേൾക്കണം എന്നൊരു അപേക്ഷയുണ്ട്. ഭാരതത്തിന്റെ ഓരോ ഉത്സവങ്ങളും ഓരോ ആഘോഷങ്ങളും ശാസ്ത്രത്തിന്റെ ഉത്സവങ്ങളാണ്. ഇത് വിഷു തികച്ചും ശാസ്ത്രോത്സവമാണ്. വിഷുവം എന്ന് പറയുന്ന പ്രതിഭാസമാണ് ഈ ഉത്സവത്തിന്റെ പിന്നില്. വിഷുവം. അപ്പൊ ആ വിഷുവം എന്ന് പറയുന്ന പ്രതിഭാസമാണ് നമ്മളുടെ ഈ ഉത്സവത്തിന്റെ പിന്നില്. ഭൂമി അതിന്റെ സാങ്കല്പികമായിട്ടുള്ള അച്ചുതണ്ടില് സ്വയം കറങ്ങിക്കൊണ്ട് ഭ്രമണം ചെയ്തുകൊണ്ട് നിശ്ചിത പഥത്തിലൂടെ സൂര്യന് ചുറ്റും പരിക്രമണവും ചെയ്യുകയാണ്. ഭ്രമണത്തിന് 24 മണിക്കൂർ, പരിക്രമണത്തിന് 365 ദിവസവും. ഇതാണ് സമയദൈർഘ്യം. ഭൂമിയുടെ ദീർഘവൃത്താകൃതിയിലുള്ള പ്രദക്ഷിണ പഥത്തിൽ 6 ഋതുപഥങ്ങൾ, അതാണ് ശ്രദ്ധിക്കേണ്ടത്, 6 ഋതുപഥങ്ങൾ ഉണ്ടാകുന്നു. 6 ഋതുക്കൾ, അതായത് വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം, ശിശിരം എന്ന് പറയുന്ന 6 ഋതുപഥങ്ങൾ ഉണ്ടാകുന്നു. ഇത് തന്നെയാണ് ഋതുപഥങ്ങൾ തന്നെയാണ്, ഋതുക്കൾ തന്നെയാണ് ഷഡ്ഭാവങ്ങൾക്ക് കാരണമായിട്ട് വരുന്നത്. ഷഡ്ഭാവങ്ങള് ജനനം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്ന് പറയുന്ന ഷഡ്ഭാവങ്ങൾക്ക് കാരണമാകുന്ന ഷഡ് ഋതുക്കൾ ഈ ദീർഘവൃത്താകൃതിയിലുള്ള ആ പ്രദക്ഷിണ പഥത്തിൽ പ്രത്യക്ഷമാകുന്നു. ആ പ്രദക്ഷിണ പഥത്താലാണ് ഇത് സംഭവിക്കുന്നത്. ഒരു ചെറിയ വിശദീകരണങ്ങൾ അങ്ങോട്ട് തന്നിട്ട് കടന്നു പോയാൽ നന്നായിരുന്നു. ഓക്കെ. അങ്ങ് ഷഡ്ഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു ഏതൊക്കെയാണെന്ന്. അതെ. അപ്പൊ ഋതുക്കൾ എന്ന വാക്ക്, ഋതുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഋതു എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെക്കുറിച്ച് ഒരു ചെറിയ എക്സ്പ്ലനേഷൻ കിട്ടിയാൽ നന്നായിരുന്നു. അതായത് ഋത എന്ന് പറയുമ്പോൾ തന്നെ മിന്നിമറയുന്ന എന്ന് ഒരു അർത്ഥം വരുന്നുണ്ട്. പരമസത്യമായിരിക്കുന്ന അവസ്ഥയിൽ ഋതം എന്ന് പറയുന്നുണ്ട്. ഒരു താളമാണത്, ഒരു യോഗമാണത്. ആ താളം എന്ന് പറയുന്നതിന് അതൊരു കൃത്യമായ സമയത്തിലും കൃത്യമായ സഞ്ചാരപഥത്തിലും ഒക്കെയാണ്, അതിന് മാറ്റമില്ലാത്തതല്ലേ? മാറ്റമില്ലാത്തതാണ്. ജലത്തെ അയനം ചെയ്യിപ്പിക്കുന്നതുമാണ്, സത്യത്തെ ഏകുന്നതാണ്. സത്യം ജലമാണ്. പരമസത്യം എന്ന് പറഞ്ഞാൽ പരമശിവനാൽ പരമസത്യം പാർവതിയാകുന്നു. പാർവതി ജലമാണ്. അതിന് മോക്ഷമേകുന്ന, അതിന്റെ പ്രയാണത്താലാണ് ജീവൻ. ആ ജീവന്റെ പ്രയാണത്താലാണ്, ആ ജലത്തിന്റെ പ്രയാണത്താലാണ് ഷഡ്ഭാവങ്ങൾ ഉണ്ടാകുന്നത്. ജലത്തിനുണ്ടാകുന്ന ഭാവ വ്യതിയാനങ്ങളാണ് ജനനം മുതൽ മരണം വരെയുള്ള അവസ്ഥ. ഋതുഭാവം എന്ന് പറയുന്നത് ജീവന്റെ ഉൽപ്പത്തിയുടെ കാരണമാണ് അല്ലേ? ജലത്തിന്റെ മോക്ഷത്തിലേക്കുള്ള കർമ്മഫലത്തെ ഏകുന്ന താളമാണ്, കാലത്തിന്റെ താളമാണ്. അതാണ് ഋതുകാലം, ഋതുഭാവം എന്ന് പറയുന്നത്. ഋതു എന്ന് പറഞ്ഞാല് കാലാവസ്ഥ, കാലം, പ്രകൃതിയുടെ സ്ഥായിയായിരിക്കുന്ന അടിസ്ഥാനപരമായിരിക്കുന്ന 6 ഭാവങ്ങൾ എന്നാണ് ഋതു എന്ന് പറഞ്ഞാൽ. അതെ, മാറ്റമുള്ളതാണെങ്കിലും മാറ്റമില്ലാത്തതാണ്. അതെ. ഇത് ഗമിക്കുന്നത് എന്നൊരു സ്വഭാവം കൂടിയുണ്ട്. ഋതം പോലെയാണ്, താളം നിൽക്കുന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു ഗമന സ്വഭാവവും കൂടിയുള്ളതാണ്, പരിണാമ സ്വഭാവമുള്ളതാണ്. അല്ല, താളം എന്ന് പറയുമ്പോൾ അതിനൊരു നിയമമുണ്ടല്ലോ. നിയമമുണ്ട്. അപ്പൊ ആ താളം, ആ സംഗീതം, ആ ഉൽപ്പത്തി, ആ ജീവൻ എന്ന് പറയുന്നതിന്റെ തുടക്കം തന്നെയാണ് ഋതുഭാവം എന്ന് പറയുന്നത്. ജീവന്റെ തുടിപ്പിന്റെ ആദ്യ ഭാഗമാണ് അല്ലേ? അതെ.
നമ്മൾ ഋതുവായി എന്നൊക്കെ പറയില്ലേ, ഉവ്വ. അത് ഋതി എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യവുമാണ്, ഒരു ഗമനമാണ്, ഒരു വഴിയാണ്. അത് ഉവ്വ. ഷൺമുഖ ഭാവങ്ങളാണ് നമുക്ക്. സൂര്യന്റെ അഗ്നിയുടെ ദ്വാദശ ഭാവത്താൽ ജലത്തിനുണ്ടാകുന്ന മാറ്റവുമാണ് ഇതെന്നുള്ളത് അങ്ങ് വിചാരിക്കണം. മറ്റെവിടെയുമല്ല ആ ഋതുഭാവം മിന്നിമറയുന്നത് ജലത്തിലാണ്. അത് പ്രകാശത്താലാണ് എന്നും കൂടി അറിയണം. ആ ജലമാണ് ജീവനാവുന്നതെന്നറിയണം. ആ ജലമാണ് നമ്മളെന്നും അറിയണം. ആ ജലമാണല്ലോ ഭഗീരഥ പ്രയത്നം ചെയ്ത് തിരിച്ചു വന്നിട്ടാണല്ലോ ഈ ഋതുഭാവത്തിലേക്ക് വരുന്നത്. അതെ, ആ ജലത്തിലാണ് ശബ്ദം ജനിക്കുന്നതെന്നറിയണം. അതാണ് താളത്തിനും ശബ്ദത്തിനും കാരണമായിരിക്കുന്ന വസ്തുത എന്ന് അറിയണം. അപ്പം ഈ ഋതുഭാവം എന്നതിൽ നിന്നാണ് ഭഗീരഥ പ്രയത്നത്തിലേക്ക് ജലം കടന്നു പോകുന്നതെങ്കിലും അത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വന്ന് പതിക്കുന്നതും ഋതുഭാവത്തിലാണ്, തുടങ്ങുന്നതും ഋതുഭാവത്തിലാണ്. അതെ അതെ, ഉദ്ഭവവും അന്ത്യവും ഈ ഋതുഭാവത്തിലാണ് നിൽക്കുന്നത് അല്ലേ? അതെ അതെ. അത് കുറച്ചുകൂടെ അതൊന്ന് വ്യക്തത വരാൻ വേണ്ടി നമ്മൾ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ വ്യക്തത ചെയ്യേണ്ടി തന്നെയാണ് നമ്മള് വാക്കുകൾ പറഞ്ഞു പോയിട്ട് കാര്യമില്ലോ എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഋതു എന്ന് പറയുന്നത് കാലാവസ്ഥയെ ആശ്രയിച്ചാണ്. ആ ഋതു സംക്രമ പൂജകളെയാണ് നമ്മൾ ആശ്രയിച്ച് നിൽക്കേണ്ടത്. ആ ഋതുക്കൾക്ക് അനുസൃതമായിട്ടാണ് നമ്മളുടെ ജീവിതചര്യയെ ചിട്ടപ്പെടുത്തേണ്ടത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മതമല്ല, ജാതിയല്ല, വർണ്ണമല്ല, വർഗമല്ല. നമ്മൾ എന്തിനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്? നമ്മളുടെ ആഹാരത്തെ, ആചാരത്തെ, വസ്ത്രധാരണത്തെ ഒക്കെ ചിട്ടപ്പെടുത്തേണ്ടത് ഈ ഋതുക്കളെ, കാലാവസ്ഥയെ, കാറ്റിനെ ആശ്രയിച്ചാണ് എന്ന് അറിഞ്ഞാലും പ്രപഞ്ചം ഒരു ഋതത്തിലാണ് പോകുന്നത്, ഒരു താളത്തിലാണ് പോകുന്നത്. ജീവനെ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ആ ഋത താളമാണ് ഋതു. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്താൽ സൂര്യന് ദ്വാദശ ഭാവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതാണ് നമ്മൾ തെറ്റായിട്ട് 12 സൂര്യന്മാരുണ്ടെന്ന് പറയുന്നത്. ആ ഋതുവിന്റെ 6 ഋതുക്കളുണ്ടെങ്കിൽ ഒരു ആരോഹണം, ഒരു അവരോഹണം. ഈ ക്രമത്തിലാണ് 6 ഋതു സഞ്ചാര സ്വഭാവം സൂര്യനുണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയാണ് 12 ഭാവങ്ങൾ ഉണ്ടാകുന്നത്. സൂര്യന് ദ്വാദശ ഭാവങ്ങൾ ഉണ്ടാകുന്നത്. ഈ ദ്വാദശ ഭാവങ്ങൾ ഋതുഭാവങ്ങളായിട്ട് വരുമ്പോഴാണ് ഷൺമുഖ ഭാവം ഭൂമിയിൽ ഉണ്ടാകുന്നത്. ഷൺമുഖ ഭാവങ്ങൾക്ക് കാരണമായിരിക്കുന്നത് കൃത്തികൾ എന്ന് പറയുന്ന നക്ഷത്രക്കൂട്ടങ്ങൾ ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാമാണ്. ഷൺമുഖ ഭാവങ്ങൾക്ക് കാരണമാകുന്ന ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അടങ്ങിയ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ ഈ സംവിധാനം, ഈ സൗരവ്യൂഹം, ഈ സഖ്യം, ജീവനെ ജനിപ്പിക്കുന്ന ഈ സൗരസഖ്യത്തിന്റെ ഉള്ളിലുള്ള ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള പ്രദക്ഷിണം ദ്വാദശ ഭാവത്തെ ഏകുന്നു. ആ ദ്വാദശ ഭാവത്താൽ ഷൺമുഖ ഭാവങ്ങൾ പ്രത്യക്ഷമാകുന്നു. അത് പല താളങ്ങളിലാണ് പോകുന്നത് അല്ലേ? അതെ. അതായത് ഒരു മാസം ആരോഹണമാണെങ്കിൽ അടുത്ത മാസം 1-ാം തീയതി തൊട്ട് അവരോഹണമാണ്. അവിടെയാണ് സംക്രമ പൂജകളുടെ പ്രാധാന്യം വരുന്നത്. ഋതു സംക്രമ പൂജകളുടെ പ്രാധാന്യം വരുന്നത്. അത് ഓരോ മുറയുമാണ്. അതിനനുസരിച്ച് നമ്മുടെ ജപവും മാറും. ഈ വിഷുവിനെ പറ്റി പറയുമ്പോ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷപ്രദമുള്ള ഒരു ദിനം തുടങ്ങുന്നതും ആ വിഷു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന തലേദിവസം, അതിനുള്ള മുമ്പുള്ള ദിവസങ്ങളും വിഷുവിന്റെ അന്നൊക്കെ ആഹ്ലാദത്തിന്റെ അങ്ങറ്റത്താണ്. ഓണം എന്നൊക്കെ ആഘോഷിക്കുന്നതിനും അപ്പുറത്താണ്. അതെ 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 അതെ. വിഷുവിന്റെ ആഘോഷം വളരെ സന്തോഷാനന്ദം കിട്ടുന്ന ഒരു ദിവസമാണത്. അതെ. വിവിധങ്ങളായ കാരണങ്ങൾ ഉണ്ടാവുമായിരുന്നു. തീർച്ചയായിട്ടും ആ കാരണങ്ങളിലേക്ക് വരാം. ഇത് ഒരു വിഷുക്കാലം മുഴുവൻ ഇരുന്ന് പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളാണ് വിഷുവിന്റേത്. വിഷുവം എന്ന് പറയുന്ന ആ പ്രതിഭാസം സാധാരണ ഒരു പ്രാദേശിക ഉത്സവമല്ല ഇത് എന്നുള്ള വസ്തുതയും നമ്മൾ അറിയണം. ഉത്തരേന്ത്യയിൽ ഇത് വൈശാഖി എന്നാണ് അറിയപ്പെടുന്നത്. ഉത്തരേന്ത്യയിൽ അത് ഈ സമയത്ത് തന്നെയാണ് അവിടെ. അതെ, സെയിം. ബംഗാളിലെ നവവർഷ് എന്നാണ് അതിനറിയപ്പെടുന്നത്. ആസാമിലൊക്കെ ബിഹു എന്നുള്ള രീതിയിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ കേരളത്തിൽ വിഷു, ഉത്തരേന്ത്യയില് വൈശാഖി. ഇതെല്ലാം ഒരേ അർത്ഥമുള്ള പദങ്ങളാണ്. ഇത് സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ദീർഘവൃത്താകൃതിയിലുള്ള ആ പരിക്രമണത്താൽ 2 പ്രാവശ്യം ഒരു വർഷത്തില്
സൂര്യനും ഭൂമിയും വളരെ അടുത്തെത്തുന്ന അവസ്ഥ. സൂര്യനും ഭൂമിയും വളരെ അടുത്തെത്തുന്ന 2 പ്രാവശ്യം. ഇരുളും വെളിച്ചവും തുല്യമാകുന്ന, രാത്രിയും പകലും തുല്യമാകുന്ന അവസ്ഥ. ഈ ദീർഘവൃത്താകൃതിയിലുള്ള സൂര്യനെ പരിക്രമണം ചെയ്യുന്ന ഭൂമിയുടെ ആ പരിക്രമണ പഥത്തില് 2 സ്ഥലത്ത് 2 പ്രാവശ്യം സൂര്യനുമായി ഏറ്റവും അടുത്ത സമയമുണ്ട് അല്ലേ? അതെ, അതിലൊന്നാണ് വിഷു. അങ്ങനെയാണോ അദ്ദേഹം പറഞ്ഞിരുന്നത്? അതെ, അതിലൊന്നാണ് വിഷു. ഇത് രണ്ടും വിഷുവം എന്ന് പറയുന്ന പ്രതിഭാസമാണെങ്കിൽ തന്നെ ഇതിനകത്ത് വ്യത്യാസമുണ്ട്. വിഷുവം എന്ന വാക്കിന്റെ അർത്ഥം കൂടി ഒന്ന് പറഞ്ഞിട്ട് പോയാലേ. അതായത് വിഷുവം എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കുന്ന അവസ്ഥ, ഈക്വൽ ആയിരിക്കുന്ന അവസ്ഥയാണ് വിഷുവം. രാവും പകലും തുല്യമായിരിക്കുന്ന, സസ്യലോകത്തിന്റെയും ജന്തുലോകത്തിന്റെയും ശക്തി തുല്യമായിരിക്കുന്ന, പകലും രാത്രിയും തുല്യമായിരിക്കുന്ന, വൈറ്റ് എനർജിയും ഡാർക്ക് എനർജിയും തുല്യമായിരിക്കുന്ന, മണ്ണിന്റെ അളവും ജലത്തിന്റെ അളവും തുല്യമായിരിക്കുന്ന, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന അവസ്ഥ. സസ്യലോകത്തിനൊപ്പം ജന്തുലോകത്തിന്റെ ശക്തി വർദ്ധിക്കുന്ന, ആ എല്ലാം ഈക്വൽ ആയിരിക്കുന്ന, തുല്യതയ്ക്ക് പര്യായ പദമായി നിൽക്കുന്നു. സൂര്യൻ ഏറ്റവും തുല്യമായിരിക്കുന്ന ലൈനിലെത്തുന്ന, അതിന് ഇഗ്നേഷ്യൽ ലൈൻ എന്നാ പറയുന്നത്. ആ തുല്യതയിലെത്തുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഈ മേടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിഷുവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൈശാഖി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നവവർഷം എന്ന് പറയുന്നത്, വിഷു എന്ന് പറയുന്നത്. ഇതെല്ലാം വലിയ ഒരു പ്രതിഭാസമാണ്. സന്തോഷി, ഞാൻ ഇടയ്ക്ക് ഒരു സമയം അങ്ങനെ എടുക്കുകയാണ്. സാധാരണ നാളെ വിഷു ആട്ടോ, നമ്മൾ വിഷു ആഘോഷിച്ചില്ലേ, വിഷു ആഘോഷിച്ചോ, വിഷു ദിനാശംസകൾ എന്ന് പറഞ്ഞ് വിഷുവിനെ കുറിച്ച് ഒത്തിരി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്ഥിരമായി പറയുന്നുണ്ട്. പക്ഷെ ആ വിഷു എന്ന് പറയുന്നത് എന്താണെന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി തന്നെയാണ്, ഞാൻ അറിയുന്നതിന് വേണ്ടി തന്നെയാണ് അങ്ങോട്ട് ഞാൻ ഇത്രയും ചോദിച്ചത്. അതെ, അതിനാന്ന് വെച്ചാൽ എങ്കിലേ നമുക്ക് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇന്നിത് ഒരു വാക്ക് പ്രയോഗിച്ചും കടന്നു പോവാണ്, എന്താണെന്ന് അറിയാൻ പാടില്ലാതെ. പ്രപഞ്ചത്തിലെ ഈ ഋതുഭാവങ്ങൾക്ക് കാരണമായിരിക്കുന്ന 6 ശക്തികളാണ് മണ്ണ്, ജലം, അഗ്നി, ആകാശം, ജൈവപ്രപഞ്ചമായിരിക്കുന്ന വായുവിൽ നിറഞ്ഞിരിക്കുന്ന 2 ജീവപ്രപഞ്ചമായിരിക്കുന്ന സസ്യലോകവും ജന്തുലോകവും, പ്ലാന്റും അനിമൽസും. അപ്പൊ ഇതെല്ലാം തുല്യമാകുന്ന, ഈ ശക്തികളെല്ലാം തുല്യമാകുന്ന സമയം. ഒരു തവള ഒച്ചയെടുക്കണ്ട, ഒരു മിനിറ്റ്. ഞാൻ കേൾക്കുന്നുണ്ട്. തവളയെ തുല്യതയ്ക്ക് വേണ്ടി ശബ്ദം ഉണ്ടാക്കിയതാണ്. അതെ, തുല്യതയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ വൈറ്റ് എനർജിയും ഡാർക്ക് എനർജിയും, നിശ്ചലതയും സഞ്ചാര ഗുണവും, പിതൃഭാവവും മാതൃഭാവവും, അതായത് സസ്യലോകവും ജന്തുലോകവും, മണ്ണും ജലവും, ശൈത്യഗുണവും താപഗുണവും, ഇതെല്ലാം ഈക്വൽ ആകുന്ന അസുലഭ നിമിഷമാണ്. ഈ പ്രതിഭാസമാണ് വിഷുവം. സമസ്ത മേഖലയുടെയും തുല്യത. അതെ, സസ്യലോകത്തിനൊപ്പം ജന്തുലോകത്തിന് ശക്തി വർദ്ധിക്കുമ്പോഴാണ് വസന്തം എന്ന് പറയുന്ന പ്രതിഭാസം. സസ്യലോകത്തിന്റെ ശക്തി വന്യമാണ്. ആ വന്യതയ്ക്കൊപ്പം വന്യജീവികളുടെ ശക്തിയും എത്തുന്ന സമയം, ജന്തുലോകത്തിന്റെ മാതൃലോകത്തിന്റെ ശക്തി പിതൃലോകത്തിനൊപ്പം എത്തുന്ന സമയമാണ് ഈ വിഷുവം എന്ന് പറയുന്ന പ്രതിഭാസം. അത് ഈ സൂര്യനും ഭൂമിയും ഇതേ ഒരു ലൈനില്, ഈക്വൽ ആയിട്ടുള്ള ലൈനിൽ, ഇഗ്നേഷ്യൽ ലൈൻ എന്ന് പറയുന്ന ആ അവസ്ഥയിൽ എത്തുന്ന ആ പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തിന്റെ ദിവസത്തെയാണ് വിഷു എന്ന് വിളിക്കുന്നത്. അതെ, അതിനെയാണ് വിഷുവം എന്ന് പറയുന്നത്. ഇക്വിനോക്സ് എന്ന് പറയുന്ന അവസ്ഥ, അതാണ് വൈശാഖി. വിഷുവം. മേടം 1 എന്ന് പറയുന്ന ദിവസമാണ് ഏറ്റവും പ്രധാനം. അതിലേക്ക് വരുമ്പോ അത് മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരു വർഷത്തില് സൂര്യനും ഭൂമിയും വളരെ അടുത്തെത്തുന്ന 2 സന്ദർഭങ്ങൾ, ഇരുളും വെളിച്ചവും തുല്യമാകുന്ന, രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമാകുന്ന, ജന്തുലോകത്തിന്റെ ശക്തിയാണ് മാതൃലോകത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ, പിതൃലോകത്തിന്റെ ശക്തിയാണ് സസ്യലോകത്തിന്റെ ശക്തി. ഇവയെല്ലാം തുല്യമാകുന്ന, തുല്യമായി അനുഭവപ്പെടുന്ന ഈ പ്രതിഭാസത്തെ പറയുന്ന പേരാണ് വിഷുവം. അത്തരം ഭാഗം ഏകദേശം ഓക്കെ അല്ലേ? മനസ്സിലായി. ഈ ജീവപ്രപഞ്ചത്തെ നയിക്കുന്ന 6 ശക്തികളാണ് മണ്ണ്, ജലം, വായുവിനാൽ സ്ഥിതി ചെയ്യുന്ന, ജൈവപ്രപഞ്ചത്താൽ സ്ഥിതി ചെയ്യുന്ന സസ്യലോകവും ജന്തുലോകവും,
പിന്നെ അഗ്നിയും ആകാശവും. ഇതാണ് ഷഡ്ഭാവങ്ങൾക്ക് കാരണമാകുന്ന, ഋതുക്കൾക്ക് കാരണമാകുന്ന 4 ദ്രവ്യശക്തികളും 2 ജൈവശക്തികളും ചേർന്ന് 6 ശക്തികൾ. ദ്രവ്യശക്തികൾ എന്ന് പറഞ്ഞാൽ മണ്ണ്, ജലം, അഗ്നി, ആകാശം. ജൈവശക്തികൾ എന്ന് പറഞ്ഞാൽ ജീവന് ഉള്ള ശക്തികൾ എന്ന് പറഞ്ഞാൽ വായുവിൽ നിറഞ്ഞിരിക്കുന്ന സസ്യലോകവും ജന്തുലോകവും. വൈഷ്ണവ ശക്തിയും ലക്ഷ്മിയുടെ ശക്തിയും ചേർന്നിട്ടാണ് 2 ജൈവശക്തികൾ, 4 ദ്രവ്യശക്തികൾ. ഇത് ചേരുമ്പോഴാണ് 6 ഋതു ശക്തികൾ ഉണ്ടാകുന്നത്. ഇത്രയും പിടികിട്ടിയില്ലേ? ഇത്രയും സിമ്പിൾ. അതെ, 6 ഋതുശക്തികൾ ജലത്തിന്റെ ആ ജൈവ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഷഡ്ഭാവങ്ങളായി മാറുന്നു, ഷഡ്ഭാവങ്ങൾക്ക് കാരണമാകുന്നു. അഗ്നിയും ആകാശവും മണ്ണും ജലവും സസ്യലോകവും ജന്തുലോകവും ചേർന്ന ഈ പ്രതിഭാസമാണ് ജലത്തിന്റെ പരിണാമത്തിനും പരിമാണത്തിനും കാരണമാകുന്ന വസ്തുതയാകുന്നത്, ജലത്തെ ജീവനുള്ളതാക്കുന്നത്, സത്യത്തെ പരമസത്യമായിരിക്കുന്ന വൈഭവമാക്കുന്നത്, ജീവനാക്കുന്നത്. ജലത്തെ ഋതുഭാവങ്ങളിലൂടെ നയിക്കുന്നത്. അതെ, ജലത്തിന്റെ പരിണാമത്തിന്, ജീവന്റെ പരിണാമത്തിന് കാരണമാകുന്ന വസ്തുതയാകുന്നതും ജീവനെ ജനിപ്പിക്കുന്നതിനും മറയ്ക്കുന്നതിനും മാറ്റുന്നതിനും കാരണമാകുന്ന വൈഭവമാകുന്നതും ഈ ശക്തികളാകും. ജനനത്തിന് കാരണമായിരിക്കുന്ന ശക്തി അഗ്നിയാണ്, മരണത്തിന് കാരണമായിരിക്കുന്ന ശക്തി ആകാശമാണ്. അഗ്നിയോ ജീവന്റെ പ്രഥമ ശക്തിയാകുന്നു. അഗ്നി ജീവന്റെ പ്രഥമ ശക്തിയാണ്. അഗ്നി കാരണമായ സൂര്യനാണ് പരബ്രഹ്മം. ജീവന്റെ ആദ്യ ശക്തിയായ ആ സൂര്യന്റെ മാസമായിട്ടുള്ള സമയമാണ്, മാസമാണ് ഈ പറയുന്ന ആദ്യത്തെ മാസം എന്ന് പറയുന്നത്, മേടം. അത് ശരിക്കും പറഞ്ഞാൽ സൂര്യന്റെ മേടയാണോ, മേടാണ്, മേടം എന്ന് പറയും പണ്ടത്തെ കാലത്ത്. മേടയുണ്ടായിരുന്നു, മേടാണെന്നും പറയും, മേടം പറയും. അതാണ് സൂര്യന്റെ സ്വാധീനം കൂടുതലുള്ള സമയമാണ്. സംഖ്യാശാസ്ത്രത്തിൽ അങ്ങക്ക് എടുത്ത് പരിശോധിച്ചാൽ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് 1 സൂര്യനെ പ്രതിനിധീകരിക്കുന്നതാണ്. അക്ഷരങ്ങളിൽ, അത് അക്കങ്ങളിലേക്ക് വരുമ്പോൾ, അക്ഷരങ്ങളിലേക്ക് വരുമ്പോൾ ആയെന്ന സംഖ്യയും ആദ്യത്തിനെ സൂചിപ്പിക്കുന്നതാണ്. മാസങ്ങളിലേക്ക് വരുമ്പോൾ മേടമാസം ആദ്യത്തെ മാസം സൂര്യന്റേതാണ്. ആഴ്ചയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ദിവസം രവിവാർ, ഞായർ, അത് സൂര്യന്റേതാണ്. ദിവസത്തിലേക്ക് വരുമ്പോൾ പ്രഭാതം, അത് സൂര്യന്റേതാണ്. ആദ്യം എന്ന് പറയുന്ന സംഖ്യയുടെ ആദ്യം എന്നെഴുതുന്ന ആയും ആദ്യത്തിനെ സൂചിപ്പിക്കുന്നതാണ്. അതെ, ആരംഭം എന്ന വാക്കിന്റെ ആദ്യവും ആ തന്നെയാണ്. അമ്മയിലും ആ ആദ്യത്തിന്റെ സ്പർശം കാണും. അക്ഷരം എന്ന വാക്കിന്റെ ആയിലും അഗ്നി അക്ഷരമാകുന്നു. അങ്ങനെ ഈ പരബ്രഹ്മ സ്വരൂപമായിരിക്കുന്ന ആദ്യത്തിനെ സൂചിപ്പിക്കുന്നതാണ് കലത്. പ്രഥമ സ്ഥാനീയനാണ് ജീവന്. ആ സൂര്യദേവനെ, ആ ദേവനെ നമ്മൾ സൂര്യനായി, ദേവനായി, ദൈവത്തിന്, ജൈവത്തിന്, ജീവന് കാരണമാകുന്ന വസ്തുവായി സൂര്യദേവനായി ആരാധിക്കുന്നതിൽ തെറ്റുണ്ടോ? ശരിയുണ്ട്. ആ ശാസ്ത്രീയത ഉണ്ടോ? 100% ശാസ്ത്രീയതയാണല്ലോ. അറിഞ്ഞാചരിക്കുമ്പോൾ അത് ശാസ്ത്രീയതയാണ്. ആ സൂര്യദേവന്റെ വൈഭവത്താൽ ഉണ്ടാകുന്ന ഉത്സവമാണ് വൈശാഖി. വലിയ സന്തോഷം. ഇനി അതിനെ സംബന്ധിച്ചുള്ള 1-2 കാര്യങ്ങൾ കൂടെ എനിക്ക് അറിയേണ്ടതുണ്ട്. ഒന്ന്, വിഷു എന്ന് പറയുമ്പോൾ വിഷു കണി ദർശനം ആണ് പ്രഥമമായിട്ട് മനസ്സിൽ വരിക. അത് തലേ ദിവസം എല്ലാം ഒരുക്കി വെച്ചിട്ട് രാവിലെ നമുക്ക് വിഷുക്കണിയിൽ ശ്രീകൃഷ്ണന്റെ പ്രതിമയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നു. ശ്രീകൃഷ്ണന്റെ പ്രതിമയാണ് മിക്കവാറും ഈ അലങ്കരിച്ചതിന് നടത്തി വെക്കാറ്. അപ്പൊ വിഷുവും ശ്രീകൃഷ്ണനുമായിട്ടുള്ള ആ കണക്ഷൻ ലഘുവായിട്ട് അങ്ങൊന്ന് പറഞ്ഞു തന്നാൽ മതി. അത് പറയാം, തീർച്ചയായിട്ടും. അത് ജനങ്ങൾ അറിയേണ്ട കാര്യമാണല്ലോ. എന്തിനാണ് ഇങ്ങനെ ഒരു ആചരണം? സർവ്വവിഭവങ്ങളും പഴങ്ങളും പച്ചക്കറികളും എല്ലാം ധാന്യങ്ങളും എല്ലാം വെച്ചിട്ട് അവിടെ ശ്രീകൃഷ്ണനെ നടുക്കിരുത്തി ദീപവും കൊടുത്ത് വാക്കണ്ണാടി സഹിതമുള്ള എല്ലാ സംവിധാനവും ചെയ്തിട്ട് വയ്ക്കുമ്പോ എന്തിനാണെന്ന് അറിയണ്ടേ? തീർച്ചയായിട്ടും അതറിയണം. അതറിയുമ്പോഴാണ്, അതറിഞ്ഞ് ആചരിക്കുമ്പോഴാണ് അത് ആചാരം അർത്ഥത്തിലെത്തുള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് അങ്ങ് പറഞ്ഞു പോയാ. തീർച്ചയായിട്ടും അങ്ങ് പറയണം. പ്രണവവേദയിലൂടെ തന്നെ വിഷുവിനെ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ